നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യയും ബ്രസീലും തമ്മിൽ ഒക്ടോബർ 3 കൊൽക്കത്തയിൽ വെച്ചിട്ട് ഏറ്റുമുട്ടും എന്നാണല്ലോ ഒഫീഷ്യലായിട്ട് CBFും AIFFും ഒക്കെ ഇന്നലെ അറിയിച്ചത്. തീർച്ചയായിട്ടും ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾ വളരെ ആവേശത്തോടുകൂടി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഈ കളി. പക്ഷേ ചെറിയൊരു കൺഫ്യൂഷൻ ഇവിടെ ഉള്ളത്, ഇനാഗുറൽ ഫിഫ ആസിയാൻ കപ്പിൽ ഇന്ത്യക്ക് കളിക്കേണ്ടതുണ്ട്. അതായത് ഇൻവിറ്റേഷണൽ ടീം ഔട്ട്സൈഡ് ദി സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയൻ, ആ രൂപത്തിൽ വൺ ഓഫ് ദി ഇൻവൈറ്റഡ് ടീമായിട്ട് ഇന്ത്യ അവിടെ കളിക്കുന്നുണ്ട്. ആ മത്സരങ്ങളും ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ തന്നെയാണ്. സെപ്റ്റംബർ 1 മുതൽ ഒക്ടോബർ 6 വരെയുള്ള ഇൻ്റർനാഷണൽ മാച്ച് വിൻഡോയിലാണ് ആ മത്സരങ്ങളും കളിക്കേണ്ടത്. അപ്പോൾ ഈ ഒക്ടോബർ 3 ബ്രസീലിനെതിരെ കളിക്കും എന്ന് തീരുമാനിച്ച ഘട്ടത്തിൽ ആസിയാൻ കപ്പിൽ നിന്ന് ഇന്ത്യക്ക് പിൻവാങ്ങേണ്ടി വരുമോ എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. അതല്ല, ഇനി 2 ടീമുകൾ തിരഞ്ഞെടുത്ത് ഒരു ടീം ആസിയാൻ കപ്പിന് പോവുക, ഒരു ടീം ബ്രസീലിനെ നേരിടുക, അങ്ങനെയാവുമോ? ഏതായാലും ബ്രസീലിനെ നേരിടാൻ മികച്ച ടീമിനെ തന്നെ ഇറക്കേണ്ടി വരും. നമ്മുടെ ഫസ്റ്റ് ടീമിനെ തന്നെ ഇറക്കേണ്ടി വരും. കാരണം ബ്രസീലുമായിട്ടുള്ള എഗ്രിമെൻറ്റിൽ ബ്രസീൽ അവരുടെ എ ടീമിനെ ഇറക്കും എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ എ ടീമിനെ ഇറക്കാതെ തരമില്ലല്ലോ. അപ്പോൾ പിന്നെ ആസിയാൻ കപ്പിന് പോവുക ഒരു സെക്കൻഡ് സ്ട്രിങ് ടീമായിരിക്കുമോ എന്ന ചോദ്യങ്ങളൊക്കെയാണ് അവിടെ ഉയരുന്നത്. അതല്ലെങ്കിൽ പിന്നെ ഇന്ത്യ ആസിയാൻ കപ്പിൽ നിന്ന് പിൻവാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം ഞാനൊന്ന് പരിശോധിക്കുകയാണ്. ആശിഷ് നേഗി ഇതുമായി ബന്ധപ്പെട്ടൊരു വിവരം ഇന്നലെ നൽകിയിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത്, AFF is not planning to withdraw from FIFA ASEAN Cup during the September-October international window. വിഡ്രോ ചെയ്യാനുള്ളൊരു പ്ലാൻ ഇപ്പോൾ ഇല്ല. ഫെഡറേഷൻ ഈസ് എക്സ്പെക്റ്റഡ് ടു ടേക്ക് ഡിസിഷൻ സൂൺ. വൈകാതെ ഒരു തീരുമാനമെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഖാലിദ് ജമീലുമായിട്ട് കൺസൾട്ടേഷൻ നടത്തിയിട്ട് എങ്ങനെ 2 സ്ക്വാഡുകൾ ബാലൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. വിത്ത് ഇന്ത്യ ഓൾസോ സെറ്റ് ടു ഫേസ് ബ്രസീൽ ഓൺ 3 October 2026 in Kolkata. A dual team approach is among the options being discussed എന്നാണ്. ഇപ്പോൾ ഡ്യുവൽ ടീം അപ്രോച്ച്, 2 ടീം എന്ന രൂപത്തിൽ ആസിയൻ കപ്പിനൊരു ടീം, ബ്രസീലിനെ നേരിടാൻ ഒരു ടീം, അങ്ങനെ ആവാനുള്ളൊരു സാധ്യതയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അതിലെന്ത് തീരുമാനം വരും എന്നുള്ളതാണ് ഇനിയിപ്പോൾ കണ്ടറിയേണ്ടത്. അതുതന്നെയാണ്, ഏതാണ്ട് ആ രൂപത്തിൽ തന്നെയാണ് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുകയുള്ളൂ എന്നാണിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അധികം വൈകാതെ തന്നെ അതിലൊരു തീരുമാനം എടുക്കും. ആസിയൻ കപ്പിൽ ഇന്ത്യ ഉൾപ്പെടുന്നത് ഡിവിഷൻ 1 ഗ്രൂപ്പ് എയിൽ ഇന്തോനേഷ്യയിലാണ് മത്സരങ്ങൾ. ഇന്തോനേഷ്യ, ഇന്ത്യ, മലേഷ്യ, സിംഗപ്പൂർ ടീമുകളാണ് ആ ഒരു ഗ്രൂപ്പിലുള്ളത്. സോ നിരന്തരം മത്സരങ്ങൾ കളിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ത്യ ഈ ഒരു സെപ്റ്റംബർ-ഒക്ടോബർ വിൻഡോയിൽ ഉണ്ടാകുമെന്ന് വേണം കരുതാൻ. അതിലൊന്ന് ബ്രസീലിനെതിരെ ഏതായാലും നമ്മുടെ മികച്ച ടീമിനെ ഇറക്കി ബ്രസീലിനോട് എത്രത്തോളം നമുക്ക് മുട്ടി നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് അറിയേണ്ടത്. കാത്തിരിക്കാം മത്സരങ്ങൾക്കായി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എത്താം.